എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുളസി ഒരു ചെടി മാത്രമല്ല, ഒരു വീടിൻ്റെ ആത്മാവാണ്. വീട്ടുവളപ്പിൽ തുളസി തഴച്ചു വളരുന്നത് പലർക്കും സാധാരണമായ ഒരു കാഴ്ചയായി തോന്നിയേക്കാം. പക്ഷേ അതിൻ്റെ ഉള്ളിലെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ അതൊരു വലിയ സന്ദേശമായി മാറുന്നു. പ്രകൃതിയുടെയും ആത്മീയതയുടെയും ഒരു സുന്ദരമായ സംഗമമാണ് തുളസി. നമുക്ക് ചുറ്റുമുള്ള പല കാര്യങ്ങളും നിസ്സാരമായി കാണുമ്പോൾ അവയുടെ ആഴത്തിലുള്ള അർത്ഥം നമ്മൾ കാണാതെ പോകുന്നു. തുളസി അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു വീട്ടിൽ തുളസി നന്നായി വളരുന്നത് ആ വീട്ടിലെ ഊർജത്തെക്കുറിച്ചും അവിടെ താമസിക്കുന്ന ആളുകളുടെ സ്വഭാവത്തെക്കുറിച്ചും അവരുടെ ജീവിത രീതിയെക്കുറിച്ചും പലതും പറയുന്നുണ്ട്. നമ്മൾ സാധാരണയായി കേൾക്കാറുള്ള ഒരു വാചകമാണ് തുളസി തഴച്ചു വളരുന്ന വീട്ടിൽ ദൈവാനുഗ്രഹം നിറഞ്ഞിരിക്കും എന്നത്. എന്നാൽ ഈ വാചകം ഒരു വിശ്വാസം എന്നതിലുപരി അതിനു പിന്നിൽ ഒരു യുക്തിയുമുണ്ട്. ഒരു ചെടി വളരാൻ വേണ്ടത് എന്തൊക്കെയാണ്? നല്ല മണ്ണ്, ശരിയായ വെളിച്ചം, ആവശ്യമായ വെള്ളം, പരിചരണം, സ്നേഹം, ഇവയൊക്കെയാണ്. അതുപോലെ തന്നെ ഒരു കുടുംബം വളരാൻ വേണ്ടതും ഇതേ ഘടകങ്ങളാണ്. സ്നേഹം, ശ്രദ്ധ, സമാധാനം, ശുദ്ധമായ ചിന്തകൾ, പരസ്പര ബഹുമാനം, ഇവയൊക്കെയുള്ള വീട്ടിലാണ് തുളസി നന്നായി വളരുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. തുളസി തഴച്ചു വളരുന്ന ഒരു വീടിനെ നമുക്ക് ചിന്തിച്ചാൽ അവിടെ ഒരു പ്രത്യേക ശാന്തതയും പോസിറ്റീവ് എനർജിയും ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആ വീട്ടിലെ ആളുകൾ സാധാരണയായി മനസ്സിൽ നല്ല ചിന്തകൾ സൂക്ഷിക്കുന്നവരായിരിക്കും. അവർക്ക് പ്രകൃതിയോടും ദൈവത്തോടും മനുഷ്യരോടും ഒരു ബന്ധമുണ്ടാകും. അത്തരത്തിലുള്ള ആളുകൾക്ക് ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്താൻ കഴിയും. അവരാണ് സാധാരണയായി തുളസിയെ സ്നേഹത്തോടെ വളർത്തുന്നവർ. ഇത്തരം വീടുകളിൽ താമസിക്കുന്ന ഒരാളുടെ സ്വഭാവം വളരെ പ്രത്യേകമായിരിക്കും. അവർക്ക് ക്ഷമയും സഹിഷ്ണുതയും കൂടുതലായിരിക്കും. ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും അതിനെ ശാന്തമായി നേരിടാൻ കഴിയുന്നവരാണവർ. അവരുടെ മനസ്സിൽ ദേഷ്യം അധിക നേരം നിലനിൽക്കില്ല. അവർ ക്ഷമിക്കാൻ അറിയുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ചുറ്റുപാടും ശാന്തമായിരിക്കും. ഈ ശാന്തതയാണ് തുളസിയുടെ വളർച്ചയ്ക്കും സഹായകമാകുന്നത്. ഇപ്പോൾ നമുക്ക് ഈ വിഷയം കുറച്ച് കൂടുതൽ ആഴത്തിൽ നോക്കാം. ഒരു വീട്ടിൽ തുളസി വളരുന്നത് വെറും യാദൃശികമാണോ? അല്ലെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ചെടിയുടെ വളർച്ചയും മനുഷ്യരുടെ മാനസികാവസ്ഥയും തമ്മിൽ ബന്ധമുണ്ടെന്നത് ശാസ്ത്രീയമായും തെളിയിച്ച കാര്യമാണ്. മനുഷ്യരുടെ ചിന്തകളും വികാരങ്ങളും പരിസ്ഥിതിയിൽ ഒരു സ്വാധീനം ചെലുത്തുന്നു. ഒരു വീട്ടിൽ സ്ഥിരമായി വഴക്കുകളും നെഗറ്റീവ് ചിന്തകളും ഉണ്ടെങ്കിൽ അത് അവിടെയുള്ള ചെടികളെയും ബാധിക്കും. അതുപോലെ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു അന്തരീക്ഷം ചെടികൾക്ക് വളരാൻ അനുകൂലമാണ്. തുളസി തഴച്ചു വളരുന്ന വീട്ടിൽ സാധാരണയായ ഒരു സ്ത്രീയുടെ സാന്നിധ്യം വളരെ ശക്തമായിരിക്കും. അത് അമ്മയായിരിക്കാം, ഭാര്യയായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റാരെങ്കിലും ആയിരിക്കാം. അവൾ ആ വീട്ടിൻ്റെ ഹൃദയമാണ്. അവളുടെ മനസ്സിലെ ശുദ്ധിയും സ്നേഹവും ആ വീട്ടിൽ ഒരു പോസിറ്റീവ് എനർജി സൃഷ്ടിക്കുന്നു. അവൾ വീടിനെ എങ്ങനെ പരിപാലിക്കുന്നു, എങ്ങനെ എല്ലാവരെയും കാണുന്നു, എങ്ങനെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നു, ഇതെല്ലാം തന്നെ തുളസിയുടെ വളർച്ചയിലും പ്രതിഫലിക്കുന്നു. അത്തരത്തിലുള്ള ഒരു സ്ത്രീയുടെ പ്രധാന ഗുണം അവളുടെ കരുണയാണ്. അവൾക്ക് മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ കഴിയും. അവൾക്ക് ചെറിയ കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്താൻ കഴിയും. അവൾക്ക് ദൈവവിശ്വാസം ഉണ്ടാകും. പക്ഷെ അതൊരു ആചാരപരമായ വിശ്വാസം മാത്രമല്ല, അവളുടെ ജീവിതത്തിൻ്റെ ഭാഗമായ ഒരു വിശ്വാസമാണ്. അവൾ ചെയ്യുന്ന ഓരോ കാര്യവും ഒരു ആത്മാർത്ഥതയോടെ ആയിരിക്കും ചെയ്യുക. ഈ ആത്മാർത്ഥതയാണ് ആ വീട്ടിൽ ഒരു പ്രത്യേക ഊർജം സൃഷ്ടിക്കുന്നത്. തുളസി വളരുന്ന വീട്ടിലെ ആളുകൾ സാധാരണയായി ശുചിത്വത്തിന് വളരെ പ്രാധാന്യം നൽകുന്നവരായിരിക്കും. അവർക്ക് അവരുടെ ചുറ്റുപാടിനെ ശുദ്ധമായി സൂക്ഷിക്കാനുള്ള ഒരു ശീലമുണ്ടാകും. കാരണം ശുചിത്വം എന്നത് വെറും പുറത്തുള്ള വൃത്തിയല്ല, അത് ഉള്ളിലുള്ള മനസ്സിൻ്റെ പ്രതിഫലനമാണ്. മനസ്സ് ശുദ്ധമായിരിക്കുമ്പോൾ അത് പ്രവൃത്തികളിലും കാണാം. ഈ ശുചിത്വവും സമാധാനവും ചേർന്നതാണ് തുളസി അത്ര മനോഹരമായി വളരുന്നത്.
ഇങ്ങനെ നോക്കുമ്പോൾ തുളസി തഴച്ചു വളരുന്ന ഒരു വീട് എന്നത് വെറും ഒരു ഭൗതിക സാഹചര്യത്തിൻ്റെ ഫലമല്ല. അതവിടെ താമസിക്കുന്ന ആളുകളുടെ ജീവിത ശൈലിയുടെ പ്രതിഫലനമാണ്. അവരുടെ ചിന്തകൾ, അവരുടെ വികാരങ്ങൾ, അവരുടെ ബന്ധങ്ങൾ, ഇതെല്ലാം കൂടി ചേർന്നാണ് ആ വീട്ടിലൊരു പ്രത്യേക അന്തരീക്ഷം സൃഷ്ടിക്കുന്നത്. ആ അന്തരീക്ഷത്തിലാണ് തുളസി വളരുന്നത്. ഇതിൻ്റെ തുടർച്ചയായി നമുക്ക് ഇത്തരത്തിലുള്ള ആളുകളുടെ സ്വഭാവത്തെക്കുറിച്ച് കൂടുതൽ വിശദമായി പരിശോധിക്കാം. അവരുടെ ജീവിതത്തിൽ അവർ എങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നു, അവർ എങ്ങനെ ബന്ധങ്ങൾ കൈകാര്യം ചെയ്യുന്നു, അവരുടെ ഉള്ളിലെ ശക്തി എന്താണ്, അവരെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത് എന്താണ്, അതൊക്കെയാണ് ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത്. തുളസി തഴച്ചു വളരുന്ന വീട്ടിലെ ആളുകളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ബോധവും നിയന്ത്രണവും കാണാം. അവർ ചെയ്യുന്ന കാര്യങ്ങൾ യാദൃശ്ചികമല്ല. അതിന് പിന്നിൽ ഒരു ചിന്തയും ഒരു മൂല്യവും ഉണ്ടാകും. അവർ ജീവിതത്തെ ഒരു പോരാട്ടമായി മാത്രം കാണുന്നില്ല, മറിച്ചൊരു യാത്രയായി കാണുന്നു. ആ യാത്രയിൽ ലഭിക്കുന്ന അനുഭവങ്ങളെ അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ എത്ര ബുദ്ധിമുട്ടുകൾ നേരിട്ടാലും അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ കഴിയുന്നവരാണ്. ഈ പഠനശേഷിയാണ് അവരുടെ മനസ്സിനെ കൂടുതൽ ശക്തമാക്കുന്നത്. ഇത്തരത്തിലുള്ള വീട്ടിൽ, അതായത് തുളസി തഴച്ചു വളരുന്ന വീട്ടിൽ, ഒരാൾക്ക് ബാല്യത്തിൽ തന്നെ നല്ല ചില ശീലങ്ങൾ സ്വാഭാവികമായി ലഭിക്കുന്നു. ഉദാഹരണത്തിന്, മറ്റുള്ളവരെ ബഹുമാനിക്കുക, ചെറിയ കാര്യങ്ങളിൽ നന്ദി പറയാൻ ശ്രമിക്കുക, നന്ദി പറയാൻ അറിയുക, അനാവശ്യമായി ആരെയും വേദനിപ്പിക്കാതിരിക്കുക എന്നിവ പോലെയുള്ള ശീലങ്ങൾ ചെറുപ്പം മുതലേ സ്വാഭാവികമായി ശീലിക്കുന്നു. ഈ ശീലങ്ങൾ അവരെ ജീവിതത്തിൽ വളരെ മുന്നോട്ട് കൊണ്ടുപോകും. അവർക്ക് വലിയ വിജയങ്ങൾ നേടാൻ മാത്രമല്ല, ആ വിജയങ്ങളെ വിനയത്തോടെ കൈകാര്യം ചെയ്യാനും കഴിയും. അവരുടെ ഉള്ളിലെ ഈ വിനയമാണ് അവരെ കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നവരാക്കുന്നത്. അവരുടെ ചിന്താഗതിയിൽ ഒരു വ്യക്തത ഉണ്ടാകും. അവർക്ക് എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടാത്തത് എന്ന് അവർക്ക് വ്യക്തമായി തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ അവർ അനാവശ്യമായ കാര്യങ്ങളിൽ സമയം കളയാറില്ല. അവർ അവരുടെ ലക്ഷ്യങ്ങൾക്കായി സ്ഥിരതയോടെ പ്രവർത്തിക്കുന്നു. ഈ സ്ഥിരതയും ആത്മവിശ്വാസവും ചേർന്നാണ് അവരുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ ഉണ്ടാകുന്നത്. തുളസി വളരുന്നത് പോലെ തന്നെ അവരുടെ ജീവിതവും പതുക്കെ പക്ഷെ ഉറച്ച രീതിയിൽ മുന്നേറുന്നു. ഇത്തരത്തിലുള്ള ആളുകൾക്ക് ബന്ധങ്ങളുടെ വില വളരെ നന്നായി അറിയാം. അവർക്ക് സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും വളരെ പ്രാധാന്യമുള്ളവരാണ്. അവർക്കൊരു ബന്ധം നിലനിർത്താൻ എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അവർക്ക് ആവശ്യമായപ്പോൾ ക്ഷമ ചോദിക്കാനും അറിയാം. അതുപോലെ മറ്റുള്ളവരെ ക്ഷമിക്കാനും കഴിയും. ഈ ഗുണമാണ് അവരുടെ ബന്ധങ്ങളെ ദീർഘകാലം നിലനിർത്തുന്നത്. അവരുടെ ചുറ്റുമുള്ള ആളുകൾക്ക് അവരുടെ കൂടെ ഇരിക്കാൻ ഒരു ആശ്വാസം അനുഭവപ്പെടും. അവരുടെ ജീവിതത്തിൽ ഒരു ആത്മീയതയുടെ സ്പർശം കാണാം. ഇത് മതാചാരങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇത് അവരുടെ ദിവസേനയുള്ള ജീവിതത്തിൽ കാണപ്പെടുന്ന ഒരു മനോഭാവമാണ്. അവർക്കൊരു വലിയ ശക്തിയിൽ വിശ്വാസമുണ്ട്. ഈ വിശ്വാസം അവരെ ബുദ്ധിമുട്ടുകളെ നേരിടാൻ സഹായിക്കുന്നു. അവർക്ക് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് അവർക്കറിയാം. പക്ഷേ അവർക്ക് അവരുടെ പ്രതികരണങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഈ മനോഭാവമാണ് അവരുടെ ജീവിതത്തിൽ സമാധാനം നിലനിർത്തുന്നത്. തുളസി വളരുന്ന വീട്ടിലെ ഒരു പ്രധാന പ്രത്യേകത അവിടെയുള്ള അന്തരീക്ഷത്തിൻ്റെ സ്ഥിരതയാണ്. അവിടെ വലിയ ഉയർച്ചകളും താഴ്വാരങ്ങളും കുറവായിരിക്കും. പ്രശ്നങ്ങൾ വരുമ്പോൾ അവയെ അത്ര വലിയ രീതിയിൽ കാണാതെ ശാന്തമായി പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഒരു മനോഭാവം അവിടെ കാണാം. ഈ ശാന്തതയാണ് ആ വീട്ടിലൊരു സുരക്ഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ താമസിക്കുന്നവർക്ക് മാനസികമായ ഒരു സ്ഥിരത ലഭിക്കുന്നു. ഇത്തരത്തിലുള്ള വീടുകളിൽ ധനസമ്പത്ത് എല്ലായ്പ്പോഴും കൂടുതലായിരിക്കണമെന്നില്ല. പക്ഷേ അവിടെയുള്ള സമൃദ്ധി വേറിട്ടതാണ്. അത് മനസ്സിൻ്റെ സമാധാനമാണ്, ബന്ധങ്ങളുടെ ചൂടാണ്, ദിവസേനയുള്ള ചെറിയ സന്തോഷങ്ങളാണ്. ഈ സമൃദ്ധിയാണ് അവരെ സന്തോഷകരമായ ജീവിതത്തിലേക്ക് നയിക്കുന്നത്. അവർക്ക് ലഭിക്കുന്നതിൽ സന്തോഷം കണ്ടെത്താൻ കഴിയും. അതേസമയം അവർക്ക് കൂടുതൽ നേടാൻ പരിശ്രമിക്കാനും കഴിയും. ഈ ബാലൻസാണ് അവരുടെ ജീവിതത്തെ മനോഹരമാക്കുന്നത്. ഇവരുടെ ഒരു പ്രധാന ഗുണം അവരുടെ നന്ദിയുള്ള മനോഭാവമാണ്. അവർക്ക് ലഭിക്കുന്ന ചെറിയ കാര്യങ്ങൾക്കും നന്ദി പറയാൻ കഴിയും.
ഈ നന്ദിയാണ് അവരുടെ മനസ്സിൽ ഒരു പോസിറ്റീവ് ചിന്താഗതിയെ നിലനിർത്തുന്നത്. അവർക്ക് എല്ലായ്പ്പോഴും കൂടുതൽ നേടാൻ ആഗ്രഹമുണ്ടാകും. പക്ഷെ അതൊരു അസന്തോഷത്തിൽ നിന്ന് വരുന്ന ആഗ്രഹമല്ല, അത് വളർച്ചയുടെ ഭാഗമായ ഒരാഗ്രഹമാണ്. ഈ വ്യത്യാസമാണ് അവരുടെ ജീവിതത്തെ കൂടുതൽ സമതുലിതമാക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ തുളസി തഴച്ചു വളരുന്ന ഒരു വീട് എന്നത് ഒരു പ്രതീകമാണ്. അതൊരു പ്രത്യേക ജീവിത ശൈലിയുടെയും ഒരു മനോഭാവത്തിൻ്റെയും പ്രതിഫലനമാണ്. ആ വീട്ടിലുള്ള ഒരാൾക്ക് ഈ ഗുണങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകാം, അല്ലെങ്കിൽ അവൾ ഈ ഗുണങ്ങൾ ജീവിതത്തിലൂടെ വികസിപ്പിച്ചെടുത്തതായിരിക്കും. എങ്ങനെയായാലും അവളുടെ സാന്നിധ്യം ആ വീടിനെ ഒരു നല്ല ഇടമാക്കുന്നു. തുളസി വളരുന്നതൊരു അത്ഭുതമല്ല, അത് ഒരു സൂചനയാണ്. അത് ആ വീട്ടിലെ സമാധാനത്തിൻ്റെയും ശുചിത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സൂചനയാണ്. അത് അവിടെയുള്ള ആളുകളുടെ നല്ല ചിന്തകളുടെയും നല്ല പ്രവൃത്തികളുടെയും പ്രതിഫലനമാണ്. ഈ കാര്യങ്ങളില്ലാതെ തുളസി വളരില്ല എന്നല്ല, പക്ഷേ ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കൂടുതൽ മനോഹരമായി വളരുമെന്നാണ്. അവസാനമായി പറയേണ്ടത് ഇതാണ്: തുളസി തഴച്ചു വളരുന്ന വീട് എന്നത് നമുക്ക് ലഭിക്കേണ്ട ഒരു ഭാഗ്യമാണ് എന്ന് മാത്രം കാണേണ്ടതില്ല. അത് നമുക്ക് സൃഷ്ടിക്കാനാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ചിന്തകളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി, നമ്മുടെ പ്രവൃത്തികളിൽ കൂടുതൽ ശ്രദ്ധ നൽകി, നമ്മുടെ ബന്ധങ്ങളെ സ്നേഹത്തോടെ കൈകാര്യം ചെയ്ത്, നമ്മുടെ ചുറ്റുപാടിനെ ശുചിയായി സൂക്ഷിച്ച് നമ്മൾക്ക് ഇത്തരത്തിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനാകും. അപ്പോൾ തുളസി മാത്രമല്ല, നമ്മുടെ ജീവിതവും തഴച്ചു വളരും. ഒരു ചെടി വളരാൻ നമുക്ക് നൽകേണ്ടത് എന്താണോ അതേ കാര്യങ്ങളാണ് ഒരു ജീവിതം വളരാൻ വേണ്ടതും. സ്നേഹം, ക്ഷമ, ശ്രദ്ധ, വിശ്വാസം, സമാധാനം, ഇവയാണ് യഥാർത്ഥ സമൃദ്ധി. ഈ സമൃദ്ധി ഉള്ളിടത്താണ് തുളസി തഴച്ചു വളരുന്നത്. അതുകൊണ്ട് തുളസിയെ വെറുമൊരു ചെടിയായി കാണാതെ നമ്മുടെ ജീവിതത്തെ നയിക്കുന്ന ഒരു അടയാളമായി കാണാൻ ശ്രമിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതകരമായ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ പങ്കുവയ്ക്കുവാനായി വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും സമൃദ്ധിയും എന്നെന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.